ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 5ാമത്തെ പാഠമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ പാഠത്തിൽ എന്താണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിൽ നീല കളറിലും പച്ച കളറിലും ചുവപ്പ് നിറത്തിലൊക്കെ ഒരുപാട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ പേജിൻ്റെ അർത്ഥമൊന്നും പറയുന്നില്ല. പരമാവധി വീഡിയോൻ്റെ ദൈർഘ്യം കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പേജിൽ എല്ലാവരും മറിക്കുക. അതിൽ നഖറഉ വ നുലാഹിദുൽ ഫർഖ എന്നുണ്ടോ, വായിക്കുക, വ്യത്യാസം മനസ്സിലാക്കുക. ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ ഇസ്മിയായ ജുംലകളാണ് കൊടുത്തിട്ടുള്ളത്, രണ്ടാമത്തിൽ ഫിഅലിയായത്. അപ്പോൾ ഈ ഇസ്മിയായ ജുംലകൾക്ക് കഴിഞ്ഞ മുൻപ് പാഠങ്ങളിലൊക്കെ പഠിച്ചതാണ്. മുബത്തദയും ഖബറൊക്കെയാണ് ഉള്ളത്. രണ്ടാമത്തത് അതിന് മുൻപ്, ഇസ്മിയായ ജുംലയുടെ മുൻപ് കുറേ ഫിഅലുകൾ വന്നപ്പോൾ വന്ന വ്യത്യാസങ്ങളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെ ഫിഅലുകളാണ്? കാന, സാറ, അസ്ബഹ, അൽഹ, അംസ, ബാത്ത, വല്ല, ലൈസ തുടങ്ങിയ ഫിഅലുകളൊക്കെ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഇസ്മിയായ ജുംലയിൽ ഉണ്ടായത് എന്നാണ് പരിശോധിക്കുന്നത്. ഒന്നാമത്തെ സൽമാനു ഷാബുൻ, സൽമാൻ യുവാവാണ്. കാന സൽമാനു ഷാബൻ, സൽമാൻ യുവാവായിരുന്നു. സൽമാൻ യുവാവായിരുന്നു. അപ്പോൾ കാനൻ്റെ അർത്ഥം തീർന്നു ആയിരുന്നു എന്നാണ്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്ത അർത്ഥങ്ങൾ, ഏകദേശം എല്ലാതും ആയിരുന്നു, ആയിത്തീർന്നു എന്നൊക്കെ അർത്ഥത്തിനൊക്കെയാണ്. എന്നാൽ സന്ദർഭം വ്യത്യാസമുണ്ടാകും. കാനാണ് ആയിത്തീർന്നു, സ്വാറാണ് ആയിത്തീർന്നു, അസ്ബഹന രാവിലെ ആയിത്തീർന്നു, അബഹന പകലിൽ ആയിത്തീർന്നു, അംസ വൈകുന്നേരത്തിൽ ആയിത്തീർന്നു അല്ലെങ്കിൽ ആയി, ബാത്തണ രാത്രി ആയി, വല്ലർണ ആയിത്തീർന്നു, ലൈസണ നിഷേധം ഇല്ല എന്നുള്ള അർത്ഥത്തിനേക്കാണ്. അപ്പോൾ ഈ അർത്ഥം എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ സൽമാനു ഷാബുൻ, സൽമാൻ യുവാവാണ്. സൽമാനു മുബത്തദയാണ്, ഷാബുൻ ഖബറാണ്. മുബത്തദക്കും ഖബറിനും ഇറാബ് റഫ് ആണെന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. റഫിൻ്റെ അടയാളം ലൊമ്മാണ്. അപ്പോൾ സൽമാനു, നുവിന് ലൊമ്മ്, ഷാബുൻ ബാനും ലൊമ്മാണ്. ഇനി കാന വന്നപ്പോൾ വന്ന മാറ്റങ്ങളാണ്. സൽമാനു എന്നതിനും റഫ് തന്നെയാണ്, പക്ഷേ ഷാബൻ എന്നാണ്. നേരത്തെ ഷാബുൻ എന്നുള്ളത് ഷാബൻ എന്നായി തീർന്നു ഇവിടെ. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഖബറിനൊക്കെ എന്ത് ചെയ്യും? നസ്ബാണ് ചെയ്യുക. നസ്ബിൻ്റെ അടയാളമാണ് ഫത്ഹ്. ഇപ്പോൾ കാന സൽമാനു ഷാബൻ. അപ്പോൾ ഈ കാന എന്നത് ഫിഅലാണ്. സൽമാനു എന്നുള്ള മുബത്തദയായിരുന്നു. ആ മുബത്തദ ഇപ്പോൾ കാന വന്നപ്പോൾ കാനയുടെ ഇസ്മ എന്ന് പറയുന്നത്, 4ാമത്തെ പാഠത്തിൽ ഇന്നയുടെ ഇസ്മ എന്നൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ. അപ്പോൾ കാനയുടെ ഇസ്മാണ് സൽമാനു എന്നുള്ളത്. ഷാബൻ എന്നുള്ളത് കാനയുടെ ഖബർ. അപ്പോൾ ഖബറിനക്ക് നെസ്ബാണ്, കാനയുടെ ഖബറിനക്ക് നെസ്ബാണ് ഇറാബ്, കാനയുടെ ഇസ്മിക്ക് റഫുമാണ് ഇറാബ്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സൽമാനു ഖാദിമുൻ, സൽമാൻ സേവകനാണ്. അപ്പോൾ മുബത്തദയാണിത്, ഖബറാണ്. അപ്പോൾ ഈ ഇസ്മിയ ജുംലയുടെ മുൻപ് സോറ വന്നപ്പോൾ ഉണ്ട്, സോറ സൽമാനു ഖാദിമൻ എന്നാണ് വ്യത്യാസം വന്നത്. ഖാദിമുൻ എന്നുള്ളത് ഖാദിമൻ എന്നായി, അതായത് ഖബറിനക്ക് നസ്ബ് ചെയ്തു. അപ്പോൾ സൽമാൻ സേവകനായി തീർന്നു എന്ന അർത്ഥം കിട്ടി സോറ വന്നപ്പോൾ. അപ്പോൾ സോറയുടെ ഇസ്മാണ് സൽമാൻ എന്നുള്ളത്, സോറയുടെ ഖബറാണ് ഖാദിമൻ എന്നുള്ളത്. സൽമാനു മുഅ്മിനുൻ, സൽമാൻ വിശ്വാസിയാണ്. അതിനു മുമ്പ്, അപ്പോൾ ഇസ്മിയ ജുംലയുടെ മുമ്പ് അസ്ബഹ എന്നുള്ള ഫിഅൽ വന്നപ്പോൾ എന്താ അർത്ഥം വന്നത്? അസ്ബഹ സൽമാൻ മുഅ്മിനൻ, സൽമാൻ മുഅ്മിനായി തീർന്നു, വിശ്വാസിയായി തീർന്നു. അപ്പോൾ വന്ന വ്യത്യാസം, സൽമാനു എന്നുള്ളത് മുബത്തദക്ക് റഫ് തന്നെയാണ്. മുഅ്മിനൻ എന്നുള്ള ഖബറിനൊക്കെ എന്തായി? നസ്ബായി വന്നു, ഫത്ഹാണ്, നസ്ബിൻ്റെ അടയാളമായ ഫത്തുണ്ട്. അപ്പോൾ അസ്ബഹയുടെ ഇസ്മാണ് സൽമാൻ എന്നുള്ളത്, അസ്ബഹയുടെ ഖബറാണ് മുഅ്മിനൻ എന്നുള്ളത്. ഈ സൽമാനു ദാഹിബുൻ, സൽമാൻ പോകുന്നവനാണ്. ഈ ഇസ്മിയ ജുംല മുബത്തദയാണ്, സൽമാൻ ദാഹിബുൻ എന്നുള്ളത് ഖബർ. അത് ഈ ഇസ്മിയ ജുംലയുടെ മുമ്പ് അൽഹ എന്നുള്ള ഫിഅൽ വന്നപ്പോൾ വന്ന മാറ്റം, അൽഹ സൽമാനു ദാഹിബൻ. അപ്പോൾ ദാഹിബൻ എന്നുള്ള ഖബറിനക്ക് നസ്ബ് വന്നു. ഇത്ര തന്നെ മാറ്റുള്ളൂ. അപ്പം അൽഹ സൽമാനു എന്നുള്ളത് അൽഹയുടെ ഇസ്മാണ്, ദാഹിബൻ എന്നുള്ളത് അൽഹയുടെ ഖബറാണ്. അർത്ഥം സൽമാൻ പോകുന്നവനായി. അപ്പോൾ അൽഹ എന്നാണ് രാവിലെ പോകുന്നവനായി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അർത്ഥം പറയുമ്പോൾ സൽമാൻ പോകുന്നവനായി. ഇനി വാലിദ് ഗാളിബുൻ, ഉപ്പ പിതാവ്, ഗാളിബുൻ ദേഷ്യപ്പെടുന്നവനാണ്. അപ്പോൾ മുബത്തദ ഈ ഇസ്മിയ ജുംലയുടെ മുബത്തദാണ് അൽ വലദ് വാലിദു എന്നുള്ളത്, ഗാളിബ് എന്നുള്ളത് ഖബറുമാണ്. ഇറാബ് രണ്ടിനും റഫ്ആണ്. ഈ ഇസ്മിയ ജുംലയുടെ ആദ്യത്തിൽ അംസ എന്നുള്ളത് വന്നപ്പോൾ വന്ന മാറ്റമാണ് ഖബറിനക്ക് നസ്ബ് വന്നത്. മുബത്താക്ക്, അതായത് അംസയുടെ ഇസ്മിനിക്ക് റഫും
ഖബറിനക്ക് നെസ്ബാണ്. അപ്പോൾ അർത്ഥം അംസൽ വാലിദ് ഗാദിബൻ, ഉപ്പ ദേഷ്യപ്പെടുന്നവനായിത്തീർന്നു. അപ്പോൾ അംസ വന്നപ്പോൾ ആയിത്തീർന്നു, അതായത് വൈകുന്നേരത്തിൽ ആയിത്തീർന്നു എന്നതിനൊക്കെയാണ് അംസ ഉപയോഗിക്കുക. സൽമാൻ മുഫക്കിറുൻ, സൽമാൻ ചിന്തിക്കുന്നവനാണ്. അപ്പോൾ ഇസ്മിയ ജുംല രണ്ടിൻ്റെയും മുബ്തദയാണ്, ഖബറുൻ മുഫക്കിർ എന്നുള്ള ഖബറും രണ്ടിൻ്റെയും ഇഅ്റാബ് റഫ് ആണ്. അപ്പോൾ ആ ഇസ്മിയ ജുംലയുടെ ആദ്യത്തിൽ ബാത്ത എന്നുള്ള ഫേൽ വന്നപ്പോൾ ആ ഖബറിനക്ക് നെസ്ബായി ഫത്ഹ് വന്നു. അപ്പോൾ അർത്ഥം എന്താ? ബാത്ത സൽമാനു മുഫക്കിർ, സൽമാൻ ചിന്തിക്കുന്നവനായി തീർന്നു. അപ്പോൾ ബാത്ത രാത്രിയിൽ ചിന്തിക്കുന്നതായി തീർന്നു എന്നൊക്കെ അർത്ഥം. ഈ സൽമാനു മുഖ്ലിസുൻ, സൽമാൻ ആത്മാർത്ഥത ഉള്ളവനാണെന്ന്, ഇഖ്ലാസ് ഉള്ളവനാണ്. അപ്പോൾ ഇസ്മിയ ജുംലയുടെ ആദ്യത്തിൽ വല്ല എന്നുള്ള ഫിഅൽ വന്നപ്പോൾ ഒന്ന് മാറ്റാണ്, ഖബറിനക്ക് നെസ്ബ് വന്നു, മുഖ്ലിസൻ എന്നാണ് വന്നത്. അപ്പോൾ വല്ലയുടെ ഇസ്മാണ് സൽമാൻ എന്നുള്ളത്, വല്ലയുടെ ഖബറാണ് മുഖ്ലിസൻ എന്നുള്ളത്. അർത്ഥം സൽമാന് ഇഖ്ലാസ് ഉള്ളവനായി നിലകൊണ്ടു, ആത്മാർത്ഥതയുള്ളവനായി നിലകൊണ്ടു എന്നുള്ളതൊക്കെ അർത്ഥം. ഇനി നസ്രാനിയത്തു ഖൈറു മിനൽ മജൂസിയത്തി, ക്രിസ്ത്യാനികൾ മജൂസിയേക്കാൾ, തീയാരാധകരേക്കാൾ ഖൈറാണ്. അപ്പോൾ ഈ ഇസ്മിയ ജുംലയുടെ ആദ്യത്തെ ലൈസ എന്നുള്ള ഫിഅൽ വന്നപ്പോൾ വന്ന മാറ്റം ആണിത് ഖൈറൻ എന്നുള്ളത്. നേരത്തെ ഖൈറു എന്നുള്ളത് ഇവിടെ ഖൈറൻ എന്നുള്ളതായി. അപ്പോൾ ലൈസ എൻ്റെ ഇസ്മാൻ നസ്രാനിയത്ത് എന്നുള്ളത്, ലൈസയുടെ ഖബറാണ് ഖൈറൻ എന്നുള്ളത്. അപ്പോൾ ലൈസത്ത് നസ്രാനിയത്തു, നസ്രാനികൾ ക്രിസ്ത്യാനികൾ അല്ല, ഖൈറൻ മഹത്വമുള്ളവരല്ല, മിനൽ മജൂസിയത്തി തീയാരാധകരേക്കാൾ മഹത്വമുള്ളവരല്ല. അപ്പോൾ ലൈസന അല്ല എന്നുള്ളതും അർത്ഥത്തിന് കാണും. ചുരുക്കി പറഞ്ഞാൽ കാന, അതുപോലെ അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടുന്ന സോറ, അസ്ബഹ, അദ്ഹ, ഹംസ, ബാത്ത, വല്ല, ലൈസ തുടങ്ങിയതൊക്കെ ഇസ്മിന് റഫും ഖബറിന് നെസ്ബുമാണ് ചെയ്യുക. ഇത് മനസ്സിലാക്കണം. നാലാമത്തെ പാഠത്ത് ഇന്ന വാഖ്വാത്ത്, ഇന്നയും അതിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടുള്ള മറ്റുള്ളതൊക്കെ ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഇസ്മിനിക്ക് റഫും ഖബർ നെസ്ബും ചെയ്യുകയാണെങ്കിൽ ഇന്ന അഖവാത്തിൽ ഇസ്മിനിക്ക് നെസ്ബും ഖബറിന് റഫുമാണ് ചെയ്യുക. ഇതെല്ലാവരും മനസ്സിലാക്കുക. ഇനി അടുത്ത പേജ് ശ്രദ്ധിക്കുക. അൽ കലിമത്തു അൽ മുലവ്വനത്തു ബിൽ ലൗനിൽ അസ്റഖി ഫിൽ അംസലത്തി സാബിഖത്തി, മുൻപ് പറഞ്ഞ ഉദാഹരണങ്ങളിലുള്ള നീല നിറത്തിലുള്ള കലിമത്തുകൾ, പദങ്ങളൊക്കെ അത് കാന, ഏതൊക്കെ? സോറ, അസ്ബഹ, അദ്ഹ, ഹംസ, ബാത്ത, വല്ല, ലൈസ. ഹാദിഹിൽ കലിമാത്ത്, ഈ കലിമത്തുകൾ തുറഫു ബി ഇസ്മി കാന വാഖവാത്തിഹ, ഈ പേരിലാണ് അറിയപ്പെടുക. ഈ പറഞ്ഞ ഈ ഫേലുകളൊക്കെയും ഈ കലിമത്തുകളൊക്കെയും കാന അഖവാത്ത്, കാനയും സഹോദരിമാരും എന്ന പേരിലാണ് അറിയപ്പെടുക. ഇനി പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്, ഇതെല്ലാവരും ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. തദ്ഖുലു കാന വാഖവാത്തുഹു അലൽ ജുംലത്തിൽ ഇസ്മിയ, ഇസ്മിയ ജുംലയുടെ മേൽ കാന അഖവാത്ത് പ്രവേശിക്കും. അപ്പോൾ കാന അഖവാത്ത് ഇസ്മിയ ജുംലയുടെ മേലാണ് പ്രവേശിക്കുക. പിന്നെ ഫതർഫഉൽ മുബ്തദ, അപ്പോൾ മുബ്തദക്ക് ഇത് റഫ് ചെയ്യും. വയുസമ്മ ഇസ്മഹ, അപ്പോൾ അതിൻ്റെ ഇസ്മ എന്നാണ് പറയപ്പെടുക. വതൻസിബുൽ ഖബറ, അത് ഖബറിന് നെസ്ബ് ചെയ്യും. വയുസമ്മ ഖബറഹ, അപ്പോൾ അതിൻ്റെ പേര്, ആ ഖബറിൻ്റെ പേര് എന്തായിരിക്കും? ഖബറഹ, ആ കാനയുടെ അല്ലെങ്കിൽ സോറയുടെ ഖബർ അല്ലെങ്കിൽ ബാത്തയുടെ ഖബർ എന്നൊക്കെ ആയിരിക്കും പറയുക. രണ്ടാമത്തെ പോയിന്റ്, അഖവാത്തു കാന കസീറത്തുൻ, കാനയുടെ അഖവാത്തുകൾ സഹോദരിമാർ കസീറത്തുൻ ധാരാളമുണ്ട്. മിൻഹ, അതിൽപ്പെട്ട സോറ, അസ്ബഹ, അദ്ഹ, ഹംസ, ബാത്ത, വല്ല, ലൈസ. ഇതൊക്കെ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി തദ്രീബാത്ത്, ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നക്ഷിഫു കാന വാഖവാത്തിഹ വ ഇസ്മഹ വ ഖബറ വ നക്തുബുഹ ഫിൽ ഖാനത്തിഹ, കാനയെയും അതിൻ്റെ അഖവാത്തിനെയും അതിൻ്റെ ഇസ്മിനെയും ഖബറിനേക്കും താഴെ കൊടുത്ത ജുംലകളിൽ നിന്നും മനസ്സിലാക്കിയിട്ട് വേർതിരിച്ച് മനസ്സിലാക്കി ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ എഴുതാനാണ്. അതൊക്കെ ജുംലകളും. ഒന്നാമത്തെ ജുംലയാണ് കാന സൽമാനു ഷാബൻ, സൽമാൻ യുവായിത്തീർന്നു. അപ്പോൾ കാന എന്നാണ് ഇവിടെ കാന അഖവാത്തിൽ കൊടുക്കണം, കാന എന്നുള്ളത്. കാനയുടെ ഇസ്മി സൽമാനു എന്നുള്ളതാണ്, സൽമാൻ ഇവിടെ ഉണ്ട്. കാനയുടെ ഖബർ ഷാബൻ, അപ്പോൾ ഷാബൻ ഇവിടെ എഴുതി കൊടുത്തു. ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും പൂർത്തി. അപ്പോൾ സോറ സൽമാനു ഖാദിമൻ, ഇത് സോറ എന്നുള്ള കാന അഖവാത്തിൽപ്പെട്ടത്. സൽമാനു എന്നുള്ള സോറയുടെ ഇസ്മ, ഖാദിം എന്നുള്ളത് സോറയുടെ ഖബറാണ്. ഈ അസ്ബഹ സൽമാനു മിനൻ, സൽമാൻ വിശ്വാസിയായി തീർന്നു. അപ്പോൾ അസ്ബഹ എന്താണ്? അത് കാന അഖവാത്തിൽപ്പെട്ടതാണ്. സൽമാൻ എന്ന അസ്ബഹയുടെ ഇസ്മാണ്, മുഅ്മിൻ എന്നുള്ളത് അസ്ബഹയുടെ ഖബറാണ്. ഈ അദ്ഹ സൽമാനു ദാഹിബൻ, സൽമാൻ പോകുന്നവനായി തീർന്നു. അപ്പോൾ അദ്ഹ എന്നുള്ളതാണ് കാന അഖവാത്തിൽപ്പെട്ടത്. സൽമാനു എന്നുള്ളത് കാനയുടെ അല്ല അദ്ഹയുടെ ഇസ്മാണ് സൽമാനു എന്നുള്ളത്. ദാഹിബൻ എന്നുള്ളത് അദ്ഹയുടെ ഖബറാണ്. അംസ അൽ വാലിദു വാലിബൻ, അപ്പോൾ ഇതിൽ അംസ എന്നുള്ളത് കാന അഖവാത്തിൽപ്പെട്ട്, വാലിദു എന്നുള്ളത് അംസയുടെ ഇസ്മാണ്, വാലിബൻ എന്നത് അംസയുടെ ഖബറാണ്. അടുത്തത് ബാത്ത സൽമാൻ മുഫക്കിറൻ, ബാത്ത എന്നുള്ളത് കാന അഖവാത്തിൽപ്പെട്ട്, സൽമാൻ എന്നുള്ളത് ബാത്തയുടെ ഇസ്മാണ്, മുഫക്കിറൻ എന്നുള്ളത് ബാത്തയുടെ ഖബറാണ്.
ലല്ല സൽമാൻ മുഖ്ലിസൻ. അപ്പോൾ ലല്ല എന്നുള്ളത് കാനാഖബാത്തിൽപ്പെട്ടതാണ്. സൽമാനു എന്നുള്ളത് ലല്ലയുടെ ഇസ്മ, മുഖ്ലിസ് എന്നുള്ളത് ലല്ലയുടെ ഖബറാണ്. ലൈസത്തിൻ നസ്രാനിയത്തു ഖൈറൻ, ലൈസ എന്നുള്ളത് ഫിഅലാണ്, കാനാഖബാത്തിൽപ്പെട്ടതാണ്. അൻ നസ്രാനിയത്തു എന്നുള്ളത് ലൈസയുടെ ഇസ്മാണ്. ഖൈറൻ എന്നുള്ളത് ലൈസയുടെ ഖബറാണ്. ഇതെല്ലാവരും എഴുതി പൂർത്തിയാക്കുക, മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിലുൽ ഫറാഗ കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ പൂർത്തീകരിക്കാനാണ്. അപ്പോൾ അൽ ഖലമു ജദീദുൻ, ഇങ്ങനെ ഒരുപാട് ജുംലകൾ കൊടുത്തിട്ടുണ്ട്, ഇസ്മിയായ ജുംലകൾ. അപ്പോൾ അൽ ഖലമു ജദീദുൻ, പേന പുതിയതാണ്. അപ്പോൾ ഈ കാന അതിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടുള്ള മറ്റുള്ള ഫേലുകളൊക്കെയും കലിമത്തുകളൊക്കെയും അത് വെച്ചുകൊണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ജുംല പുതിയത് ഉണ്ടാക്കാനാണ്. അപ്പോൾ അൽ ഖലമു ജദീദുൻ എന്നുള്ളതിൻ്റെ മുൻപ് കാന വന്നപ്പോൾ എന്തുണ്ടായി? കാനൽ ഖലമു ജദീദൻ വന്ന മാറ്റം, വ്യത്യാസം എല്ലാവരും ശ്രദ്ധിക്കണം. അൽ ഖലമു ജദീദുൻ, ദാലിന് ലമ്മാണ്. അപ്പോൾ കാന വന്നപ്പോൾ എന്തായി? ഫത്ഹായി, ജദീദൻ എന്നായി. അപ്പോൾ കാനയുടെ ഖബറിനക്ക് നസ്ബായി, ഇസ്മിനിക്ക് റഫാണ്. പേന പുതിയതായി തീർന്നു. രണ്ടാമത്തത് അസ്സമറു നാളിജുൻ, പഴം പഴുത്തതാണെന്ന്. അപ്പോൾ ഈ ഇസ്മിയ ജുംല സമറു മുബത്തദ, നാളിജുൻ എന്നുള്ളത് ഖബർ. ഇതിന് മുൻപ് സോറ വന്നാൽ എങ്ങനെയാണ് എഴുതുക? സോറ സമറു നാളിജൻ എന്നാണ്. നാളിജുൻ എന്നുള്ളത് സോറ ആദ്യം വരുമ്പോൾ നാളിജൻ എന്നാണ് എഴുതുക. അപ്പോൾ സോറ സമറു നാളിജൻ, പഴം പഴുത്തതായി തീർന്നു. ഇനി ആ തിൽമീദു നഷീത്തുൻ, വിദ്യാർത്ഥി, നഷീത്തുൻ ഉന്മേഷമുള്ളവനാണ്. അപ്പോൾ നഷീത്തുൻ ഖബറിനക്ക് റഫാണ്. അപ്പോൾ അസ്ബഹ വന്നാൽ ഇതിൻ്റെ ആദ്യത്തിൽ, ഈ ജുംലയുടെ ആദ്യത്തിൽ അസ്ബഹ വന്നാൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാകുക? നഷീത്തൻ എന്നാകും. നഷീത്തുൻ എന്നുള്ളത് നഷീത്തൻ എന്നാകും. അപ്പോൾ അസ്ബഹ തിൽമീദു നഷീത്തൻ, വിദ്യാർത്ഥി ഉന്മേഷമുള്ളവനായി തീർന്നു. ഇനി അഷാരിഉ മുസ്ദഹിമുൻ, റോഡ് തിരക്കുള്ളതാണ്. അപ്പോൾ മുസ്ദഹിമുൻ എന്നാണ് ഇവിടെ ഉള്ളത്, ഖബറിനക്ക് റഫാണ്. അദ്ഹ എന്നുള്ളത് ആ കലിമത്ത് ഈ ജുംലയുടെ ആദ്യത്തിൽ വരുമ്പോൾ എന്തായിരിക്കും മാറ്റം? അദ്ഹ അഷാരിഉ മുസ്ദഹിമൻ എന്നാകും. മീമിനിക്ക് ഫത്ഹ്, അതായത് നസ്ബായിരിക്കും ഇഅ്റാബ്. അപ്പോൾ അർത്ഥം റോഡ് തിരക്കുള്ളതായി തീർന്നു. അസ്സഹ്റു ദാബിലുൻ, പൂവ് വാടിയതാണ്. അപ്പോൾ ഖബർ ദാബിലുൻ എന്നുള്ള ഖബറിന് ഇഅ്റാബ് റഫ്ആണ്. അതിന് മുമ്പ് അംസ എന്നുള്ളത് വന്നുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം വരിക? അംസ സഹ്റു ദാബിലൻ എന്നായിരിക്കും, ഖബറിനക്ക് നസ്ബായി വരും. ഇനി അൽ മരീദു, രോഗി, മുതഅല്ലിമൻ വേദനിക്കുന്നവനാണ്. അപ്പോൾ അതിന് മുതഅല്ലിമുൻ എന്നുള്ള ഈ ഖബർ അതിനക്ക് ഇഅ്റാബ് റഫ്ആണ്. ഇപ്പോൾ ഇനി അതിൻ്റെ മുൻപ് ബാത്ത എന്നുള്ളത് വരുമ്പോൾ വ്യത്യാസം എന്തായും? മുതഅല്ലിമൻ, ബാത്തൽ മരീദു മുതഅല്ലിമൻ, ഖബറിനക്ക് നസ്ബായി മാറും. രോഗി വേദനിക്കുന്നവനായി തീർന്നു. ഇനി അൽ മത്തർ ഗസീറുൻ, മഴ ശക്തിയുള്ളതാണ്. അൽ മത്തർ ഗസീറുൻ എന്നുള്ള ഖബറിനക്ക് ഇഅ്റാബ് റഫ്ആണ്, റഫിൻ്റെ അടയാളം ദമ്മാണ്. അതിന് മുമ്പ് ലല്ല എന്നുള്ളത് വരുമ്പോൾ വരുന്ന മാറ്റം ഗസീറൻ എന്ന ഖബറിനക്ക് നസ്ബായി തീർന്നു. അപ്പോൾ ലല്ലൽ മത്തറു ഗസീറൻ, മഴ ശക്തിയുള്ളതായി നിലനിന്നു ആയി തീർന്നു. നോക്കിമർത്ഥം. അൽ മൈദാനു ഫസീഹുൻ, മൈദാൻ ഗ്രൗണ്ട്, ഫസീഹുൻ വിശാലമുള്ളതാണ്. അപ്പോൾ ഫസീഹുൻ എന്നുള്ള ഖബറിനക്ക് ഇവിടെ ഇഅ്റാബ് ഇപ്പോൾ റഫ്ആണ്. ലൈസ എന്നുള്ളത് ഇതിൻ്റെ ഈ ജുംലയുടെ ആദ്യത്തിൽ വരുമ്പോൾ വരുന്ന മാറ്റം ഫസീഹൻ എന്നായിരിക്കും, ഖബറിനക്ക് നസ്ബായി തീരും. ലൈസൽ മൈദാനു ഫസീഹൻ, ഗ്രൗണ്ട് വിശാലമുള്ളതല്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ മൂന്നാമത്തെ പ്രവർത്തനം ഹറക്കത്തിടാനാണ്. ഇവിടെ രണ്ട് ജുംലകളുണ്ട്, അത് ഹറക്കത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഹറക്കത്തിടണം. ഇതുവരെ പഠിച്ചതാണ്. സോറയാണ് ഒന്നാമത്തിൽ, സോറ. രണ്ടാമത്തത് സോറയുടെ ഇസ്മാണ്. അപ്പോൾ ഇസ്മിക്ക് റഫ്ആനെന്ന് നാം പഠിച്ചു. സോറ മുഹമ്മദുൻ, ദാലിക്ക് ലമ്മാണ് വേണ്ടത്. സോറ മുഹമ്മദുൻ. ഖബറിനൊക്കെ എന്തായിരിക്കും ഇഅ്റാബ് ഉണ്ടായിരിക്കുക? നസ്ബാണ്. അപ്പോൾ ആലിമൻ, സോറ മുഹമ്മദുൻ ആലിമൻ, മുഹമ്മദ് പണ്ഡിതനായി തീർന്നു. ഇനി രണ്ടാമത്തെ ജുംല അസ്ബഹ എന്നുള്ള, അപ്പോൾ ആമിലു എന്നുള്ളതാണ് അസ്ബഹയുടെ ഇസ്മ. അപ്പോൾ ഇസ്മിക്ക് റഫ്ആൻ എന്ന് നാം പഠിച്ചു. അപ്പോൾ അസ്ബഹൽ ആമിലു എന്ന ആമിനിക്ക് ലമ്മ് കൊടുക്കണം. ഇനി ഇത് രണ്ടാമത്തെ അസ്ബഹയുടെ ഖബറാണ്, ഖബറിനക്ക് നസ്ബാണെന്ന് നാം പഠിച്ചു. അപ്പോൾ നഷീത്തൻ എന്നാണ് ഹർക്കത്തിട്ട് കൊടുക്കേണ്ടത്, ത്വായിക്ക് ഫത്ഹായിക്കൊണ്ട് നഷീത്തൻ. ഇനി നാലാമത്തെ പ്രവർത്തനം അറബി ആണ് കൊടുത്തത്, രണ്ട് അറബിയിലുള്ളത് ജുംലകൾ കൊടുത്തിട്ടുണ്ട്. അത് അർത്ഥം ഇതാണ്: കാനൽ ബൈത്തു നളീഫൻ, കാന എന്തായിരിക്കും അർത്ഥം? ആയി എന്നൊക്കെ അർത്ഥം. അപ്പോൾ കാനൽ ബൈത്തു, ബൈത്തിന് വീട്, നളീഫൻ
നളീഫൻ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളത്, അപ്പോൾ വീട് വൃത്തിയുള്ളതായി. രണ്ടാമത്തെ ലൈസൽ കിതാബു ജദീദൻ. ലൈസ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിന്. കിതാബ് എല്ലാവർക്കും അറിയാം, പുസ്തകം. ജദീദൻ അതും അറിയാം, പുതിയതാണ്. അപ്പോൾ കിതാബ് പുതിയത് അല്ല. ലൈസൽ കിതാബു ജദീദൻ, കിതാബ് പുതിയത് അല്ല. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഖുർആനിൽ നിന്നുള്ള 3 ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കാനയെയും ഇവിടെ എഴുതണം, കാനയുടെ ഇസ്മിനെ എഴുതണം, അതുപോലെ അതിൻ്റെ ഖബറിനെ ഇവിടെ എഴുതണം. കാന അഖ്വാത്തിലെ വകാന അല്ലാഹു ഗഫൂറ, ഇതിലെന്താണ് കാന അഖ്വാത്തിൽപ്പെട്ടത്? കാന ഇവിടെ ഉണ്ട്. കാനയുടെ ഇസ്മേതാ അള്ളാഹു എന്നുള്ളതാണ്. കാനയുടെ ഖബർ ഗഫൂറൻ എന്നുള്ളതാണ്. ഈ ഹർക്കത്ത് എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഇസ്മായിരിക്കും വരിക, രണ്ടാമതായും ഖബർ ഉണ്ടാകുക. അപ്പോൾ അസ്ബഹ ഫുആദ് ഉമ്മി മൂസ ഫാരിഗ, ഇതിൽ കാനാഖ്വാത്തിൽപ്പെടുന്ന അസ്ബഹ എന്നുള്ള. കാനയുടെ ഇസ്മ ഫുആദു എന്നുള്ളതാണ്. കാനയുടെ ഖബർ ഫാരിഗൻ, നസ്ബാണല്ലോ ഖബറിനൊക്കെ. ലല്ല വജുഹു മുസ്വദ്ദൻ, ലല്ല കാനാഖ്വാത്തിൽപ്പെട്ടതാണ് ലല്ല. കാനയുടെ ഇസ്മ വജുഹു എന്നുള്ളതാണ്. വജുഹു എന്നുള്ളതാണ് ലല്ലയുടെ ഇസ്മ. മുസ്വദ്ദൻ എന്നുള്ളതാണ് ലല്ലയുടെ ഖബർ. അതൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. ഇനി താഴെയുള്ള അർത്ഥം എല്ലാവരും നന്നായി വായിച്ചു പഠിക്കുക. ഇത്രയും പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ 6ാമത്തെ പാഠത്തിനെ കുറിച്ചാണ്.